Thine be the glory, risen, conquering Son. Endless is the victory thou o'er death hast won. Angels in bright raiment rolled the stone away, kept the folded grave clothes where thy body lay. Thine be the glory, risen, conquering Son. Endless is the victory thou o'er death hast won. No more we doubt thee, glorious Prince of life. Life is not without thee, aid us in our strife. Make us more than conquerors through thy deathless love. Bring us safe through Jordan to thy home above. Thine be the glory, risen, conquering Son. Endless is the victory thou o'er death hast won. Greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. And just as they were talking about it, Jesus himself was suddenly standing there among them and greeted them, "Peace to you." They were startled and frightened. St. Luke chapter 24 verse 36. Dear sisters and brothers in Christ, യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് ഒരു ഭൗതിക യാഥാർത്ഥ്യമായി ഉത്ഥാനം ചെയ്തു എന്ന് മനസ്സിലാക്കിയ ആൾക്കാരും 11 ശിഷ്യന്മാരും ഇതേപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു പെട്ടെന്ന് അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ഉയർപ്പ് മനുഷ്യരുടെ ഒരു തോന്നലായിരുന്നില്ല. മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു തോന്നലോ മനസ്സിൻ്റെ ആത്മീകമായ ഒരു അവസ്ഥയോ ഒന്നും ആയിരുന്നില്ല. റിസറക്ഷൻ ഓഫ് ജീസസ് മാർക്സ് എ ഫിസിക്കൽ ഇവന്റ്, the bodily resurrection. It is not just a spiritual state of mind or a deep feeling of faith. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രയെന്ന്. പൗലോസ്ലീഹായ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ് എന്ന്. താൻ അനുഭവസ്ഥനാണ്. പൗലോസായി താൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ശൗലായിരുന്ന കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ അനുയായികളുമൊത്ത് കുതിരപ്പുറത്ത് കയറി യെരുസലേമിൽ നിന്നും സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ ഡമാസ്കസിൻ്റെ പടിവാതിൽക്കിലെത്തിയപ്പോൾ സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന വലിയൊരു പ്രകാശം തനിക്ക് ചുറ്റും മിന്നി. ആ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രം കൂടുതലായിരുന്നു. ശൗലിൻ്റെ 2 കണ്ണുകളും അടിച്ചുപോയി. താൻ അന്ധനായി കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. തന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം താൻ കേട്ടു. തൻ്റെ പേര് വിളിച്ച് സംസാരിക്കുന്നു: ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന്
എബ്രായ ഭാഷയിൽ തന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ടു എന്ന് പൗലോസ്ലീഹ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശബ്ദം കേട്ടപ്പോൾ താൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന്. ആ ചോദ്യത്തിനകത്ത് ചോദ്യവും ഉത്തരവും ഉണ്ട്. തനിക്ക് ശരിക്കും അറിയാം തന്നോട് സംസാരിച്ച ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തു ആണ് എന്നുള്ളത്. കാരണം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുവാനാണ്, കൊല ചെയ്യുവാനാണ് താനും അനുയായികളും ഈ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ശൗലിൻ്റെ ഈ ചോദ്യം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനോടായിരുന്നു. നീ ആരാകുന്നു കർത്താവേ? ശൗൽ 3 ദിവസം കണ്ണു കാണാത്തവനായി, ഭക്ഷണം കഴിക്കാത്തവനായി ഇരുന്നു എന്നാണ് നാം ആ ഭാഗത്ത് വായിക്കുന്നത്. പിന്നീട് യേശുക്രിസ്തു തൻ്റെ ദൗത്യം വെളിപ്പെടുത്തി കൊടുത്തു. അനേകം വെളിപ്പാടുകൾ ഉത്ഥിതനായ യേശുക്രിസ്തുവിൽ നിന്നും പൗലോസ് പ്രാപിച്ചു. അതാണ് നാം പുതിയ നിയമത്തിലെല്ലാം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കിനി നോക്കാം എങ്ങനെയാണ് യേശുവിൻ്റെ ഉയർപ്പിന് ഈസ്റ്റർ എന്ന പേര് വന്നത്. അർത്ഥമറിയാതെ മനുഷ്യർ പറഞ്ഞ് ചരിത്രത്തിൽ പതിഞ്ഞുപോയ ഒരു വാക്കാണിത്, ഈസ്റ്റർ എന്ന വാക്ക്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്നല്ല. ഇതൊരു പേഗൻ ഗോഡസിൻ്റെ പേരാണ്, ഒരു ദേവതയുടെ പേര്. ഡോൺ ഗോഡസ്, പ്രഭാതത്തിൻ്റെ ദേവത. കാരണം ഈ വാക്കുണ്ടായിരിക്കുന്നത് ഓസ് എന്ന പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ടു ഷൈൻ അല്ലെങ്കിൽ ഈസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. അതിനായിരിക്കണം അന്നത്തെ ജനം യേശുവിൻ്റെ ഉയർപ്പിന് ഈസ്റ്റർ എന്ന് പേരിട്ടത്. പക്ഷേ യേശുവിൻ്റെ ഉത്ഥാനം അല്ലെങ്കിൽ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് തന്നെ പറയുന്നതാണ് അഭികാമ്യം. ഈസ്റ്റർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഉയർപ്പ് എന്നാൽ യേശു നമ്മുടെ ഉള്ളത്തിൽ ജീവിക്കുന്ന അനുഭവം മാത്രമല്ല. ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ജീസസ് ലിവിങ് ഇൻ ഹിസ് ഓൺ ബോഡി, ഹാവിങ് എ ഹാർട്ട് ഓഫ് ഹിസ് ഓൺ that really pumps blood, having a stomach of his own that can really take food, having eyes of his own that can really see, having ears of his own that can really hear, having legs of his own with which he can really walk, having hands of his own with which he can really work. ചുരുക്കി പറഞ്ഞാൽ ബോഡിലി റിസറക്ഷൻ. യേശുവിൻ്റെ ഉയർപ്പിൽ നാം അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വെറും തോന്നലല്ല എന്നർത്ഥം. ഞാനിത് പറയുവാൻ കാരണം യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നവർക്കും ഈ സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിനി തോന്നിയതാണോ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്? ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അവർക്ക് ഒരു വേള സംശയമുണ്ടായിരുന്നു. ഉത്ഥിതനായ യേശു അവരുടെ നടുക്ക് വന്നു നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോഴും തങ്ങളൊരു ഭൂതത്തെ കാണുന്നു എന്നവർക്ക് തോന്നി. ഇത് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധനായ
ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങളിലാണ്. ഞാനത് വായിക്കാം. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. യേശു അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാനാവുന്നു എന്ന് എൻ്റെ കയ്യും കാലും നോക്കി അറിവേൻ. എന്നെ തൊട്ടു നോക്കുവേൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് യേശു കയ്യും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഉണ്ടോ? തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണെ ഭക്ഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, അവരുടെ ഉള്ളിൽ തോന്നിയതാണ് ഇത് ഭൂതമാണോ എന്ന്. അപ്പോൾ ഉള്ളിൽ നാം എന്തൊക്കെയാണോ ചിന്തിക്കുന്നത്, നാം വിചാരിക്കുന്നത്, ഇതെല്ലാം അറിയുന്ന ദൈവമാണ് യേശുക്രിസ്തു. ഉള്ളിൽ തോന്നുന്നതും ചിന്തിക്കുന്നതുമെല്ലാം അറിയുന്ന ദൈവമായ യേശുക്രിസ്തു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് എന്ന്. യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തപ്പോൾ യേശുവിനുണ്ടായിരുന്ന ശരീരം തികച്ചും വ്യത്യസ്തമായിരുന്നു. വെറുതെ ശരീരത്തിൽ അങ്ങ് ഉയർത്തു എന്നത് മാത്രമല്ല, അവൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായിരുന്നു, ഗ്ലോറിഫൈഡ് ബോഡി, which means it surpasses what his body was before his death. മരണത്തിന് മുമ്പ് തൻ്റെ ശരീരം എങ്ങനെയായിരുന്നുവോ അതിനേക്കാൾ ഈ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്, ഗ്ലോറിഫൈഡ് ബോഡി, which surpasses what his body was before his death. ഈ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന് യാതന അനുഭവിക്കുവാനോ അല്ലെങ്കിൽ അതിന് സഫറിങ്, പെയിൻ, അതൊന്നും നടക്കത്തില്ല. മരിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ആ ശരീരത്തിന് അമിതമായ ശക്തിയുണ്ട്, അമർത്യതയുണ്ട്. ആ ശരീരം മരിക്കില്ല. ഇതൊക്കെയും പഴയ ശരീരത്തിന് ഇല്ലാത്ത ഗുണങ്ങളാണ്. അതായത് മരിക്കാത്ത ശരീരം, അമർത്യമായ ശരീരം. അതുപോലെ ഈ ശരീരത്തിന് സഫറിങ്ങിന് കഴിയുകയില്ല. പീഡയേൽക്കുവാനോ വേദനയെടുക്കുവാനോ രോഗം വരുവാനോ ഒന്നും കഴിയുകയില്ല. ഇന്നും ഈ അമർത്യനായ യേശു ജീവിക്കുകയാണ് സഹോദരങ്ങളെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യേശു ജീവിക്കുന്നു. യേശുവിൻ്റെ ഉത്ഥാനം ചെയ്ത ആ ശരീരം, അതായത് ആ റിസറക്റ്റഡ് ബോഡി, ആ തേജസ്കരിക്കപ്പെട്ട ശരീരം, അത് കാണിക്കുന്നത് നമ്മുടെ ശരീരവും ഒരിക്കൽ ഇതുപോലെയാകും എന്നതാണ്. നമ്മുടെ പ്രത്യാശയാണ് അത്. നമ്മുടെ ശരീരവും ഉയർപ്പിൽ
തേജസ്കരിക്കപ്പെട്ട ശരീരമായി മാറും. ഉത്ഥിതനായ യേശുവിനെ കണ്ട് അവനെ തൊട്ടുനോക്കി അവനുമായി ഭക്ഷണം പങ്കുവച്ച് അനുഭവിച്ചപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ വിശ്വാസം ഉറയ്ക്കുകയാണുണ്ടായത്. It was the physical fact of Jesus' resurrection that produced their spiritual faith. യേശു ഇന്നും ജീവിക്കുന്നു. His body is as real as chewing and swallowing broiled fish. ശിഷ്യന്മാർ കൊടുത്ത ആ വറുത്ത മീൻ കഴിക്കുവാൻ തക്കവണ്ണം അവൻ്റെ ശരീരം കഴിവുള്ളതായിരുന്നു. ഉയർപ്പിന് 40 ദിവസത്തിന് ശേഷം യേശു സ്വർഗാരോഹണം ചെയ്തതായി വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവിക്കുന്ന യേശുവിൻ്റെ ശരീരം ഈ നിമിഷത്തിലും റിയലാണ്, ഫിസിക്കലാണ്. അതായത് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തോടെയാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. റിയലായിട്ടുള്ള ആ ശരീരം, ഫിസിക്കലായിട്ടുള്ള ആ ശരീരം. അതുകൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനം നമ്മുടെ ആത്മാവിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള സകല സൃഷ്ടികളുമായും ബന്ധപ്പെടുന്ന കാര്യമാണ്. ഉത്ഥിതനായ യേശു അന്ന് ശിഷ്യന്മാരോട് ചോദിച്ചതാണ്, ഭൂതത്തിന് അസ്ഥിയും മാംസവും ഉണ്ടോ എന്ന്. വിശുദ്ധ ബൈബിൾ പറയുന്നു, 1 John chapter 4 verse 10, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. യേശുക്രിസ്തുവാണ് ദൈവകോപത്തിൽ പാപികളായ നാം വെന്തെരിയാതെ ദൈവവുമായി നമ്മെ യോജിതപ്പെടുത്തിയത്. He died to atone for our sins and to rescue us from God's wrath. മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ യേശുവിലാണ് നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ദൈവം മനുഷ്യ സാദൃശ്യത്തിലായി ജഡം ധരിച്ച് ഭൂമിയിൽ വന്നത് ഈ ഭൗതിക ലോകത്തെ ദൈവം എത്രമാത്രം കരുതുന്നു എന്നതിൻ്റെ തെളിവാണ്. Salvation is as big as creation itself. ദൈവം സൃഷ്ടികർമ്മം നടത്തി, അതുപോലെ തന്നെ വലുതാണ് ദൈവം സൃഷ്ടികൾക്ക് രക്ഷ നൽകി എന്നുള്ളത്. Salvation is as big as creation itself. യേശുവിൻ്റെ ഉയർപ്പ് ഈ ലോകത്തിലെ സകല സൃഷ്ടികൾക്കും പുതുക്കത്തിലേക്ക് വരുവാനുള്ള അവസരമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് റോമൻസ് 8:22 നാം വായിക്കുന്നത്, സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഡീകേ ആൻഡ് കറപ്ഷന് വിധേയമായ സൃഷ്ടികളെല്ലാം ആ ബന്ധനത്തിൽ നിന്ന് പാപം ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. പാപം എപ്പോഴാണോ ഈ ലോകത്തിലേക്ക് വന്നത്, അതിനു മുമ്പൊരവസ്ഥയുണ്ടായിരുന്നു, പാപമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിലേക്ക് സൃഷ്ടികളെല്ലാം മാറ്റപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് അതിന് മുഖാന്തിരമായത്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത്. നാം നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ ചൊല്ലുന്നുണ്ടല്ലോ, മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നോക്കി പാർക്കുന്നു എന്ന്. യേശുവിൻ്റെ ഉയർപ്പിനാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കപ്പെട്ടു. അതൊരു വലിയ കാര്യമാണ്. നാം ഇപ്പോഴായിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ പ്രാധാന്യം യേശുവിൻ്റെ ഉയർപ്പിനാൽ വ്യക്തമാക്കപ്പെട്ടു.
ഒരിക്കൽ യേശുവിന് ലഭിച്ചതുപോലെയുള്ള തേജസ്സിൻ്റെ ശരീരം നമുക്കും ലഭിക്കും. അതിനാൽ ശരീരത്തെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ഈ ശരീരത്തെപ്പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീനെന്ന്. അതുപോലെ തന്നെ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 16 പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരമായ ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ശരീരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. This has a huge impact on sexual ethics. അതായത് നമ്മുടെ ശരീരത്തെ ദുർനടപ്പിനെ വിട്ടുകൊടുക്കാതെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു. 1 Corinthians chapter 6 verses 13b onwards. The Bible says, the body is not meant for sexual immorality, but for the Lord, and the Lord is for the body. നമുക്ക് നോക്കാം 1 Corinthians chapter 1 verses chapter 6 verses 13 onwards. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാവുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അതായത് നാം നമുക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. എന്തുകൊണ്ടാണ് നാം നമുക്കുള്ളവരല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മെ ദൈവം തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. നമുക്ക് രക്ഷ നൽകിയിരിക്കുകയാണ്. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാം നമ്മെ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗം വിടുവിച്ചിരിക്കുകയാണ്. ആര് ആ കാൽവറി യാഗത്തിൽ വിശ്വസിക്കുമോ, യേശുക്രിസ്തുവിനെ ഏറ്റുപറയുമോ, അവർക്കാണ് രക്ഷ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ സൂക്ഷിക്കണം? അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ. ആ വില ഏതാണ്? യേശുക്രിസ്തുവിൻ്റെ രക്തം. വിലമതിക്കാത്ത ആ രക്തം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് യേശുവിൻ്റെ ഉയർപ്പ് വലിയ കാര്യങ്ങളാണ് ഈ ലോകത്തിന് കൊടുത്തിരിക്കുന്നത്. നാം നമ്മുടെ ശരീരത്തെ എങ്ങനെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം?
ഇക്കാലത്ത് ഏറ്റവും അശുദ്ധിയിൽ നടക്കുന്ന മനുഷ്യരെയാണ് നാം കാണുന്നത്. പല വിധത്തിലുള്ള അശുദ്ധി. അത് നിമിത്തം തനിക്കും തൻ്റെ ചുറ്റുമുള്ളവർക്കും തൻ്റെ നാടിനും അവർ ശാപമായി മാറിയിരിക്കുകയാണ്. എല്ലാവരെയും ഒരുപോലെ കളങ്കപ്പെടുത്തുകയാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉയർപ്പിന് this has a huge impact on sexual ethics. The Bible says the body is not meant for sexual immorality, but for the Lord, and the Lord for the body. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. എത്ര വലിയ സൗഭാഗ്യങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ കൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നാം ഇതിനെ ഗൗരവമായി എടുക്കുമോ സഹോദരങ്ങളെ? ഈ ലോകത്തിൽ പല പ്രത്യയശാസ്ത്രങ്ങളുമുണ്ട്. അതിൽ ശരീരത്തെ നിന്ദിക്കുന്ന, അതിനെ ദുർനടപ്പുകളിലേക്ക് നയിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ വളരെ അപകടം പിടിച്ചവയാണ്. ഉദാഹരണത്തിന് നോസ്റ്റിക് ചിന്താഗതി. ശരീരം മർത്യമാണ്, അത് മണ്ണിൽ നിന്നുള്ളതാണ്, മണ്ണിലേക്ക് തിരികെ ചേരുന്നതാണ്, പുഴുവും ചിതലും തിന്നുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശരീരത്തെ നിന്ദിക്കുന്ന അഥവാ അതിനെ ബഹുമാനിക്കാതെ അവഗണിക്കുന്ന, പീഡിപ്പിക്കുന്ന ഈ ചിന്താധാര അറിഞ്ഞോ അറിയാതെയോ പലരും തലയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. നാം ശരീരം ഉപേക്ഷിച്ചു പോകേണ്ടവരാണ്, അത് തിരികെ എടുക്കുന്നില്ല, ആത്മാവാണ് പ്രധാനം എന്നൊക്കെ അവർ പറയുന്നു. The ancient Gnostics twisted the reality beyond recognition. They believed and said, it doesn't matter what you do with your own bodies. Only the spiritual matters, not the physical എന്ന ചിന്താഗതി ലോകത്തിൽ വരുത്തി വച്ചിരിക്കുന്ന വിന ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ലൈംഗിക അരാജകത്വം, പ്രൊമിസ്ക്യൂറ്റി, ഓർജീസ്, ഹോമോസെക്ഷുവാലിറ്റി, ബെസ്റ്റിയാലിറ്റി, ഇതെല്ലാമാണ് അതിൻ്റെ ഫലങ്ങൾ. നമുക്കറിയാം, സെയിം സെക്സ് മാര്യേജ് ഇപ്പോൾ നിയമവിധേയമാക്കിയിരിക്കുകയാണല്ലോ. ശരീരം നിങ്ങളുടെ സ്വന്തമാണ്, ആ ശരീരം കൊണ്ട് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന ചിന്തയും പഠിപ്പിക്കലുകളും ദൈവവചനത്തിന് എതിരാണ്. ദൈവവചനമാകുന്ന വിശുദ്ധ ബൈബിൾ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ ഗോഡ്ലെസ് പീപ്പിൾ എന്നാണ് വിശുദ്ധ ബൈബിൾ വിളിച്ചിരിക്കുന്നത്. ദ ബുക്ക് ഓഫ് സെയിന്റ് ജൂഡ് വേഴ്സ് 4 പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കുന്നവർ ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരാണ്. ഗോഡ്ലെസ് പീപ്പിൾ. ഉയർപ്പിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാ ഭൗതിക കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ ആധിപത്യത്തിന് കീഴിൽ വരണം എന്നാണ്. നമുക്ക് ചുറ്റുമുള്ള സൃഷ്ടികളെ നാം പരിപാലിക്കണം. അതുപോലെ തന്നെ വി മസ്റ്റ് ടേക്ക് സ്പെഷ്യൽ കെയർ ടു ബി സെക്ഷുവലി പ്യുവർ. ഇതിനെതിരെ ചെയ്യുന്നതെല്ലാം സാത്താന്യമാണ്. നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, യുവർ ബോഡി ഈസ് നോട്ട് എ ബ്രീഫ് ഡിസ്പോസിബിൾ പാർട്ട് ഓഫ് യു. നമുക്കെല്ലാം അറിയാം, നമുക്കൊരു ആത്മാവുണ്ട്,
നമ്മുടെ ശരീരത്തിന് മരണം സംഭവിച്ചാലും ആ ആത്മാവ് തൻ്റെ നിലനിൽപ്പ് തുടരുന്നു. ഇത്രയും സത്യമാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് അവർ നോർമൽ ഓർ ഫൈനൽ സ്റ്റേറ്റ്. അതല്ല നമ്മുടെ ഒടുവിലത്തെ അവസ്ഥ. ഒരു ശരീരമുള്ള വ്യക്തികളായി ജീവിക്കുവാനാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കുക, നമ്മുടെ രക്ഷകൻ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റു, മരണത്തെ തോൽപ്പിച്ച് അമർത്യമായ ശരീരത്തോടെ. So we know that we too will have bodies that last forever. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അമർത്യമായ ശരീരത്തോടെ നമ്മുടെ രക്ഷകൻ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ we will have bodies that last forever, like our Redeemer. ജനത്തിന് ഇക്കാര്യങ്ങളിൽ ഉറപ്പുകൊടുത്ത് ദൈവവചനത്തിൻ്റെ വാഗ്ദത്ത സത്യങ്ങൾ ഉറക്കെ പഠിപ്പിച്ചു കൊടുക്കുവാൻ നാം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഇത്തരം പരിപാവനമായ ദിവസങ്ങളിലെ കൂടിവരവുകൾക്ക് യാതൊരു അർത്ഥവുമില്ല. ഇത്തരം കൂടിവരവുകൾ പ്രയോജനരഹിതമാണ്. അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതിനാലാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന്. അപ്പോൾ നമുക്ക് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവ് വേണം. നാം അവർക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അത് 1 Thessalonians chapter 4 verse 14 പറഞ്ഞിരിക്കുന്നു. പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ആ വസ്തുതയുടെ കാരണമാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നാം പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നത്? കാരണം യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ഐ റിപ്പീറ്റ്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ സൃഷ്ടി എത്രമാത്രം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. യേശുവിൻ്റെ ഉത്ഥാനം നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമായ, നമുക്ക് തൊട്ടുനോക്കാവുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യം ആയതിനാൽ ഈ യേശുവിനെ അവഗണിക്കുന്നത് ഭൗതിക തലത്തിലും ഗുരുതരമായ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. യേശുവിനെ തള്ളിക്കളഞ്ഞാൽ, അതായത് റിജക്റ്റിംഗ് ജീസസ് ഹാസ് ടെറിബിൾ ഫിസിക്കൽ കോൺസിക്വൻസസ്. അമർത്യമായ നിങ്ങളുടെ ശരീരത്തോടെ നിങ്ങൾ കർത്താവിനോടൊപ്പം ആയിരിക്കട്ടെ. ബിലീവ് ഇൻ ജീസസ് ആൻഡ് ഹിസ് വിക്ടറി ആൻഡ് യു വിൽ ഷെയർ ഇൻ ഹിസ് വിക്ടറി ഫോർ എവർ. കിൻഡർ ഗാർഡൻ അറ്റ് ബെഥസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.